الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറ അത്തക്കാസുറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ചിലത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതം എന്താണ്, എങ്ങനെയാണെന്ന് നമ്മോട് തന്നെ പറഞ്ഞു തരുന്ന ഒരധ്യായമാണത്. അള്ളാഹു പറയുന്നു, അൽഹാക്കുമുത്തക്കാസു, അപരനേക്കാൾ മെച്ചപ്പെടാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ പെരുമ പറച്ചല് എന്നൊക്കെ പറയും. ഒരു പറച്ചല് മാത്രല്ല, അപരനേക്കാൾ എനിക്ക് മെച്ചപ്പെടണം ദുനിയാവിൽ, അന്യനേക്കാൾ സഹജീവിയേക്കാൾ എനിക്ക് മുന്നിട്ട് നിൽക്കണം ദുനിയാവിൽ. അതാണ് ചിന്ത, അതാണ് പണി. അത് തന്നെയാണ് ഇടയ്ക്കിടെ സംസാരങ്ങളിലൊക്കെ നിയലിച്ച് കാണുന്നത്. നിങ്ങളുടെ ഏർപ്പാട് അതാണ്. അതായത് ദുനിയാവ് ഒരുപാട് വിഭവങ്ങളുള്ള സ്ഥലമാണ്. ആ വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ സമകാലികരിൽ ഞാൻ ഒന്നാമനാകണം, മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കണം. ഇതിനു വേണ്ടി പണിയെടുക്കുക എന്നതാണ് മനുഷ്യ സമൂഹത്തിലെ ഭൂരിഭാഗത്തിൻ്റെയും അവസ്ഥ. അല്ല എന്ന് പറയാൻ കഴിയാത്ത വിധം സൃഷ്ടാവായ അള്ളാഹു നമ്മോട് പറയുകയാണ്, അത് തന്നെയല്ലേ നിങ്ങളെ പണി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും അവൻ്റെ സമയവും അവൻ്റെ ആരോഗ്യവും ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത് എന്തിനാണ്? ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, ഒരു ഉപകാരവും ഇല്ലാത്ത സംഗതികൾക്കാണ്. ഇനി അതല്ലെങ്കിൽ ഉപകാരമുണ്ട്, വളരെ നൈമിഷികമാണ്, പെട്ടെന്ന് തീർന്നു പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെ കരസ്ഥമാക്കാം, അതെങ്ങനെ കൂടുതലുണ്ടാക്കാം, അതേതെല്ലാം വിധത്തിൽ എനിക്ക് ഉപയോഗിക്കാം, ആസ്വദിക്കാം. ഇതിനു വേണ്ടിയാണ് ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഇന്ന വിഷയത്തിലാണ് എന്ന് പറഞ്ഞില്ല.
ഏതെല്ലാം മേഖലയിൽ അപരനേക്കാൾ മികച്ചു നിൽക്കാൻ സാധാരണയായി മനുഷ്യൻ ആഗ്രഹിക്കാറുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ്. വിഷയം ദുനിയാവാണ്. ദുനിയാവിൽ മെച്ചപ്പെട്ട് നിൽക്കുക. ഇനി ആഖിറത്തിന്റെ വിഷയമാണെങ്കിലോ അത് ആക്ഷേപാർഹമല്ല. എനിക്ക് ആഖിറത്തിൽ മറ്റുള്ളവരെക്കാൾ സ്ഥാനം കൂടുതൽ ലഭിക്കണം, അതിന് ഞാൻ ഇവിടെ കോപ്പ് കൂട്ടേണ്ടതുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ സൽക്കർമ്മം വർദ്ധിപ്പിക്കണം, ദാനധർമ്മങ്ങൾ നടത്തണം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഒരു മനുഷ്യന്റെ ചിന്തയെങ്കിൽ അതിന് തകാസുർ എന്നല്ല പറയുക, തനാഫുസ് എന്നാണ് പറയുക. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അത്തരം കാര്യങ്ങളിൽ കണ്ടു മോഹിക്കട്ടെ ആളുകൾ എന്ന് സൂറ അൽ മുത്തഫിഫീനിൽ അല്ലാഹു തആല അതിനെ പ്രോത്സാഹിപ്പിച്ച് പറയുന്നത് കാണാൻ കഴിയും. ഇവിടെ വിഷയം ദുനിയാവാണ്. അപ്പൊ ഏതെല്ലാം മേഖലയിൽ എനിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നോ ദുനിയാവിൽ, അതൊക്കെ തകാസുറിൽ പെട്ടതാണ്. അത് സൽക്കർമ്മമാണെങ്കിൽ പോലും വളരെ നേരിയ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവിൽ എനിക്ക് കിട്ടണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും തകാസുറാണ്, പാടില്ലാത്ത പണിയാണ്. ആഖിറത്തിൽ കിട്ടണമെന്ന് വിചാരിക്കുന്നത് അതാണ് തനാഫുസ്, പ്രോത്സാഹനജനകമായത്. അപ്പോ ഒരു മനുഷ്യൻ ഹലാലായ മാർഗത്തിൽ കൂടി സ്വത്തുണ്ടാക്കി, ആരെയും പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഇനി അതല്ലെങ്കിൽ ഹലാലായ മാർഗത്തിലൂടെ മറ്റ് കഴിവുകൾ ആർജിച്ചു, മറ്റു പലതും ദുനിയാവിൽ അവൻ ശേഖരിച്ചു, ഹലാലായ മാർഗത്തിലൂടെയാ, എന്നാൽ രക്ഷപ്പെടുവോ? ഇല്ല. എന്തേ? അവന്റെ ചിന്ത അതൊക്കെ ദുനിയാവിൽ നിന്ന് ശേഖരിക്കുന്ന സമയത്തുള്ള ചിന്ത അവരിനേക്കാൾ മികച്ചു നിൽക്കണമെന്നതാണോ, മറ്റോനേക്കാൾ കൂടുതൽ ഉണ്ടാകണമെന്നതാണോ? അവൻ തകാസുറിൽ ഉൾപ്പെട്ടു, വഴി ഹലാലാണെങ്കിലും. അപ്പൊ ധനം ഹലാലായാൽ പോരാ, മനുഷ്യനും സാലിഹാകണം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമുക്ക് അനുവാദമുണ്ട്, ഇവിടെ വിഭവ ശേഖരണം നടത്താൻ നമുക്ക് അനുവാദമുണ്ട്. ആ സമയത്തുള്ള നിയ്യത്ത് മറ്റുള്ളവരുടെ മേലെയാവുക എന്നതാകരുത്, അത് തകാസുറിൽ പെടും. അള്ളാഹുവിന് ശുക്ർ ചെയ്യാം, അവന് ഹംദ് ചെയ്യാം, അവൻ അനുവദിച്ചത് ശേഖരിക്കാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, എൻ്റെ കുടുംബത്തിനും അതുപോലെ നല്ല മാർഗത്തിലും ചെലവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമ്പത്ത് വേണം, അതിന് ഞാൻ പണം ഉണ്ടാക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. തകാസുർ വന്നാലോ കുഴപ്പമാണ്. അൽഹാക്കുമുത് തകാസുർ എന്ന അള്ളാഹുവിന്റെ ആക്ഷേപ സ്വരത്തിൽ നമ്മളും പെട്ടുപോകും. റസൂല് പറഞ്ഞില്ലേ, അൽ മാലു സ്വാലിഹു നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹ്. നല്ല മനുഷ്യന് നല്ല സമ്പത്ത് നല്ലതാണ്. അല്ലാത്തൊരു വാക്കാ റസൂലിൻ്റെത്. നല്ല മനുഷ്യന് നല്ല സമ്പത്ത് നല്ലതാണ്. സമ്പത്ത് മോശമൊന്നുമല്ല. ഏതെല്ലാം വിഷയത്തിലാണ് ഇന്ന് ആളുകൾ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അത് വീട് നിർമ്മാണത്തിലാണെങ്കിലും, ബിസിനസ് സ്ഥാപനങ്ങളിലാണെങ്കിലും, ഒരു വാഹനം വാങ്ങുന്നിടത്താണെങ്കിലും, എന്തിനേറെ ഒരു ഫോണ് വാങ്ങുമ്പോൾ പോലും മറ്റുള്ളവരെക്കാൾ ഒന്ന് മെച്ചപ്പെട്ട് നിൽക്കണം എന്ന ചിന്ത ഇത് വരികയാണെങ്കിൽ തകാസുറിൽ ഉൾപ്പെട്ടു, ആക്ഷേപിക്കപ്പെട്ട ആ വിഭാഗത്തിൽ നമ്മളുമായി പോകും. അപ്പൊ ഇതിനു വേണ്ടിയാണ് അധികം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞാൽ അതങ്ങനല്ല എന്ന് അള്ളാഹുവിനോട് തിരിച്ചു പറയാൻ കഴിയാത്ത വിധം സംഗതി വാസ്തവമാണ്. പ്രായം കൂടിയാലൊന്നും ഈ ചിന്ത പോവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്ത്? അശ്ശൈഖു യക്ബറു വയളുഫു ജിസ്മുഹു വഖൽബുഹു. ആളുകൾക്ക് ഇങ്ങനെ വയസ്സാകും, വയസ്സായി അവരുടെ ശരീരം ക്ഷയിച്ചു പോകും, ബുദ്ധിയും ക്ഷയിച്ചു പോകും. എന്നാൽ ഷാബുൻ അലാ ഹുബ്ബി സിനൈനി, രണ്ട് കാര്യങ്ങൾ ആ വൃദ്ധനിലും യുവത്വം തുളുമ്പി നിൽക്കുന്നത് കാണാൻ കഴിയും. ഒന്ന് തൂലുൽ ഉംരി വൽ മാൽ, എനിക്കൊരുപാട് ഇനിയും ഇവിടെ ജീവിക്കാമെന്ന വിചാരവും,
അതുപോലെ മുതലിനോടുള്ള ആർത്തിയുമാണ്. അതിന് യൗവനം പ്രാപിക്കുകയാണ് ചെയ്യുക വയസ്സ് കൂടുന്തോറുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഇങ്ങനെ ഈ പെരുമക്ക് വേണ്ടി മറ്റുള്ളവനേക്കാൾ കൂടുതൽ ലഭിക്കാൻ വേണ്ടി ജീവിതം തൊലച്ചു. എന്നിട്ട് അതെല്ലാം കിട്ടി, ഉദ്ദേശിച്ചത് മുഴുവനും കിട്ടി. അതിനുശേഷം എന്താ? അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാവായി, രാഷ്ട്രീയത്തിൽ വലിയ ഉന്നതനായി, മറ്റുള്ളവരെക്കാളെല്ലാം എനിക്ക് മികച്ചു നിൽക്കണമെന്ന ചിന്തക്ക് വേണ്ടി ജീവിതം തുലച്ചോടി നടന്ന് അതെല്ലാം ശരിയായി. ശരിയായിട്ടെന്താ പിന്നെന്ത്? ആ ഒരു ചോദ്യം ചോദിക്കണ്ടേ? അതിന്റെ മറുപടി അല്ല പറയാണ്, ഹത്താ സുർത്തുമുൽ മഖാബിർ. നേരങ്ങ് പോകും അടുത്തേക്ക്, ഖബറിലേക്ക്. കഫംപുട നെയ്യപ്പെട്ടിട്ടുണ്ട്, അടുത്ത കടയിലെത്തിയിട്ടുണ്ട്, അതൊന്നും അറിയില്ല. ഇതിലിങ്ങനെ മുഴുകുകയാ. അങ്ങനെ ഖബറിലേക്ക് അങ്ങ് പോവുകയാ. ഹത്താ മുത്തും വദുഫിൻതും ഫിൽ മഖാബിർ. എന്റെ തഫ്സീർ അതാ. നിങ്ങളങ്ങ് മരിക്കും, ഖബറുകളിൽ കൊണ്ടുപോയി അങ്ങ് അടക്കം ചെയ്യും. ഫയഖുദു ദുനിയാ ബിഅക്മലിഹാ. ദുനിയാവ് പൂർണ്ണമായി തീർന്നുപോയി. പിന്നെ ആരെക്കാളും മെച്ചൊന്നുമില്ല, ഒക്കെ പോയി തീർന്നു. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു തആല താക്കീത് നൽകുകയാണ്. കല്ലാ, വേണ്ട, ആ ചിന്ത ഒഴിവാക്കണം. സൗഫ തഅലമൂൻ. വഴിയെ പിന്നീട് നിങ്ങൾക്ക് ശരിക്ക് ബോധ്യപ്പെടും. അതിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത്, മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അല്ല പ്രവർത്തിക്കേണ്ടത്, കൂടുതൽ ദുനിയാവുണ്ടാക്കാനല്ല ഇവിടെ ശ്രമിക്കേണ്ടത്, കിടമത്സരം നടത്താനല്ല ജീവിക്കേണ്ടത് എന്ന് തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി ആണയിട്ട് പറയുന്നു, സുമ്മകല്ലാ, പിന്നെയും വേണ്ട വേണ്ട, സൗഫ തഅലമൂൻ. അതല്ലായിരുന്നു വേണ്ടതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. അത ഖബർ പോയിട്ടങ്ങ് കിടക്കണം. മേലെ കാട്ടിലേ അപ്പൊ മൂടുകല്ല് വെച്ച് ആളുകൾ തിരിച്ചു പോരുന്നൊരവസ്ഥ ഉണ്ടാകണം. അങ്ങനെ സംഭവിച്ചാൽ ബോധ്യപ്പെടും ഇങ്ങനെയല്ലായിരുന്നു ജീവിക്കേണ്ടതെന്ന്. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, കല്ലാ, വേണ്ടട്ടോ. എത്ര തവണയാള്ള പറയുന്നത്? ലൗ തഅലമൂന ഇൽമൽ യഖീൻ. നിങ്ങൾക്കെങ്ങാനും ദൃഢമായ അറിവാണുള്ളതെങ്കിൽ, ദൃഢമായ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആ പണി ചെയ്യില്ലായിരുന്നു. ഈ നശ്വരമായ ജീവിതത്തിൽ എനിക്കന്യനേക്കാൾ വാരിക്കൂട്ടണമെന്ന ചിന്തയിൽ ആയുസ്സും ആരോഗ്യവും നിങ്ങൾ നശിപ്പിക്കില്ലായിരുന്നു. ദൃഢമായ ജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ. 3 തരം ഇൽമുണ്ട്. അതിലൊന്ന് ഇൽമുൽ യഖീന, ദൃഢമായ അറിവ്. മറ്റൊന്ന് ഐനുൽ യഖീനാൻ, കണ്ണുകൊണ്ട് കണ്ടാൽ കിട്ടുന്ന അറിവ്. മൂന്നാമത്തെ ഒരറിവുണ്ട്, അത് ഹഖ്ഖുൽ യഖീന, അനുഭവത്തിൽ വരുന്ന സമയത്തുണ്ടാകുന്ന അറിവ്. ഇത് മൂന്നും വേർതിരിച്ച് മനസ്സിലാക്കണം. ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒന്നുണ്ട് എന്ന് നമ്മളോട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വന്ന് പറഞ്ഞു. അയാൾ കളവ് പറയാറില്ല. പോയപ്പോ കണ്ടതാണ്, എന്റെ അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരറിവുണ്ട്. ആ അറിവാണ് ഇൽമുൽ യഖീൻ, ഉറച്ച ദൃഢമായ അറിവ്. അതിന് പുറമെ നമ്മൾ അങ്ങോട്ട് പോയി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സംഗതി കണ്ണാലെ കണ്ടു. അപ്പൊ നമുക്ക് കിട്ടുന്ന അറിവാണ് ഐനുൽ യഖീൻ, കണ്ണുകൊണ്ട് കണ്ട് അറിയുന്ന ആ അറിവ്. അതുപോലെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി, നമ്മളത് അനുഭവിച്ചു. ആ അനുഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന അറിവാണ് ഹഖ്ഖുൽ യഖീൻ. ഇങ്ങനെ എല്ലാ വിഷയത്തിലും 3 തരം അറിവുകളുണ്ട്. എങ്കിൽ ഈ ദുനിയാവിനെ സംബന്ധിച്ച്, ഈ ദുനിയാവിന്റെ അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുവിനേക്കാൾ നല്ലോണം പറഞ്ഞു തരാൻ, വാസ്തവം പറയാൻ ആരുണ്ട്? നിങ്ങൾ ഖുർആൻ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അല്ലാഹു തആല ചോദിക്കുകയാ, ദുനിയാവിന്റെ അവസ്ഥ ഇതാണ് എന്ന് അല്ലാഹു പറഞ്ഞു തന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തി അവന് ഇൽമുൽ യഖീൻ കിട്ടണം.
അതേ നരകം കാണുന്നത് പോലെയുള്ള അറിവ്, മഹ്ശറ കാണുന്നത് പോലെയുള്ള അറിവ് അല്ലാഹു തആല പറഞ്ഞു തന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകണം. അതാണ് അല്ലാഹു പറഞ്ഞത്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ദൃഢമായ അറിവ്, ആ അറിവ് ലഭിക്കുകയാണെങ്കിൽ ലതറവുന്നൽ ജഹീം, നിങ്ങൾക്ക് നരകം കാണാം. ഇവിടുന്ന് തന്നെ കാണാം നരകം. അള്ളാഹു പറഞ്ഞതിൽ ഉറച്ചു വിശ്വസിച്ചിട്ട് ഈ ദുനിയാവിലേക്കും മരണശേഷമുള്ള ജീവിതത്തിലേക്കും നിങ്ങൾക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് നരകം കാണാൻ കഴിയും. ഇനി മരിച്ചു ചെന്നാലോ, മരിച്ചു ചെന്നാൽ അള്ളാഹു പറഞ്ഞു തന്ന നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ കിട്ടിയ ഈ നരകണ്ടല്ലോ, ആ നരകം നിങ്ങൾക്ക് അവിടെ പോയി കണ്ണാല കാണാം. നരകം കണ്ണാല കാണാതെ ഒരു കുട്ടീനെ അല്ലാഹു തആല വിടൂല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, എല്ലാ ആളുകളും ആ നരകത്തിൽ ഉറൂദാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രബലമായ തഫ്സീർ, ആളുകളെല്ലാം അത് കാണും. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ, കാണുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് നരകം കൊണ്ടുവരുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. സൂറ മറിയമിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു നിർബന്ധമായും ചെയ്യുന്ന സംഗതിയാണ് മുഴുവൻ ആളുകൾക്കും നരകം കാണിച്ചു കൊടുക്കുക എന്നത്. അപ്പൊ മുഅ്മിനീങ്ങളെ അല്ലാഹു ഉപദേശിക്കുന്നത് സൂറത്തെ കാസൂറിലൂടെ. ആ സൂറത്തെ കാസൂറിലൂടെയുള്ള ഉപദേശത്തിൽ അള്ളാഹു രണ്ട് സംഗതിയാ നരകത്തെ പറ്റി പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് അത് സംബന്ധമായ ഇൽമുൽ യഖീൻ ഉണ്ടാകും, അള്ളാഹ് പറഞ്ഞത് കൊണ്ടുള്ള ദൃഢമായ അറിവ്. രണ്ടാമത്തെ അറിവ്, അത് നിങ്ങൾ കണ്ണാലെ കാണുന്ന സമയത്തുണ്ടാകുന്ന ഐനുൽ യഖീൻ ഉണ്ടാകും. നമ്മളോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹ് അവിടെ നിർത്തിയിരിക്കുകയാ. ഹഖുൽ യഖീൻ പറഞ്ഞില്ല. ഹഖുൽ യഖീൻ എങ്ങാനും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കേണ്ടി വരുമായിരുന്നു നരകത്തിൽ. നിങ്ങൾ കടന്നനുഭവിക്കുമെന്ന കാര്യം ഈ സൂറയിൽ അല്ലാഹു തആല പറയാതെ ഐനുൽ യഖീൻ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഹഖുൽ യഖീനും നരകത്തിനെ സംബന്ധിച്ചുള്ള പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങളുടെ കാര്യത്തിലല്ല. സൂറ വാഖിയയിൽ അല്ലാഹു പറയുന്നു, വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലീൻ. കളവാക്കി തള്ളിയ, അള്ളാഹുവിന്റെ വാക്കുകളൊക്കെ കളവാക്കി തള്ളിയ പിഴച്ച ആളുകൾ, ഫനുസുലും മിൻ ഹമീം, അവർക്ക് നരക ശിക്ഷയാണ്. വതസ്ലിയത്തു ജഹീം, അതിലിട്ട് കത്തിക്കുകയാ. ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ, അതാണ് ഹഖുൽ യഖീൻ. അതാണ് ഹഖുൽ യഖീൻ. കടന്നിട്ട് അനുഭവിക്കുക, അനുഭവിച്ച് ബോധ്യപ്പെടുക എന്നത് അത് കാഫിരീങ്ങൾക്കുള്ളതാണ് എന്ന് അല്ലാഹു തആല സൂറ വാഖിയയിൽ പറഞ്ഞു. മുഅ്മിനീങ്ങളെ അത് രണ്ടിടത്ത് കൊണ്ടുപോയി അവസാനിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ ഫളല്. എന്നിട്ട് ഈ സൂറ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഏതൊരു ദുനിയാവിന് വേണ്ടിയാണോ നിങ്ങൾ ആഖിറം മറന്ന് പരിശ്രമിച്ച് കുമിഞ്ഞുകൂട്ടി ഉണ്ടാക്കിയത്, ഏതൊരു ദുനിയാവാണോ മരണത്തോടുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്, ഏതൊരു ദുനിയാവാണോ നരകം കാണുന്ന സമയത്ത് ഇതിനു വേണ്ടിയല്ലായിരുന്നു ജീവിക്കേണ്ടത്, ആ ദുനിയാവിന് വേണ്ടിയല്ലായിരുന്നു ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്, അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയ ദുനിയാവാകുന്ന നിയമത്തുകൾ മുഴുവനും നിങ്ങളതിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആ നിഅമത്തുകളും നിങ്ങളെ വിട്ടുപോകൂല. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആ നിഅമത്തുകളെ സംബന്ധിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കും, മറുപടി പറയേണ്ടി വരും. മനുഷ്യൻ നിഅമത്തും വിട്ടേച്ചങ്ങ് പോവും, നിഅമത്ത് വിടൂല. അത് മക്കള് വൈരാഗ്യങ്ങെടുത്താലും ബാപ്പാനെ വിടൂല. ബാപ്പാന്റെ പിന്നാലെ കൂടും. എവിടെ നിന്നാ ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കിയത്, അതിന്റെ ശുക്ർ ചെയ്തിട്ടുണ്ടോ, അതിന്റെ കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ, അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, എന്തായിരുന്നു അത് സമ്പാദിക്കുന്ന സമയത്ത് നിന്റെ വിചാരം, ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. അതാണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. വല്ലാത്തൊരു ദുനിയാവിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയുടെ ആദ്യത്തിലത്തെ കാസുറിനെ അപലപിച്ചു, പാടില്ലെന്ന് പറഞ്ഞു. ഈ സൂറയുടെ അവസാനത്തിൽ നിങ്ങളോട് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് കൂടി പറഞ്ഞു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ വിചാരണ ചെയ്യുന്ന നിഅമത്തുകൾ ഏതൊക്കെയാ? എൻ്റെ അടുത്ത് വലിയ പൈസ ഒന്നുമില്ലല്ലോ, മനസ്സമാധാനം ഉണ്ടോ എന്നാ ചോദ്യം ചെയ്യപ്പെടും. അത് വലിയ നിഅമത്താ. ശരീരത്തിന് ആരോഗ്യമുണ്ടോ? ആ ആരോഗ്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. നല്ല സമാധാനമുള്ള ഒരു കുടുംബജീവിതം അല്ലാഹു തആല നൽകിയിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അത് തന്നിട്ട് നീ എന്താ ചെയ്തത്? ആ കുടുംബ നായകനായി നേതൃത്വം കൊടുക്കുന്ന സമയത്ത് നീ ഉഖറവിയായ വിഷയങ്ങൾ ആ കുടുംബത്തിൽ എന്താണ് ചെയ്തത്? അല്ലാതെ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് തീർക്കുക മാത്രാണോ ചെയ്തത്? അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ നിഅമത്തായിട്ട് എണ്ണിയതാണ് നമ്മുടെ ആരോഗ്യം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വസ്സിഹത്തു ലിമൻ ഇത്തഖല്ലാഹ ഖൈറും മിനൽ ഗിനാ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖല്ലാഹ്. നല്ല സന്തോഷത്തോടു കൂടി റസൂലുള്ളാഹി ഒരു സദസ്സിലേക്ക് കയറി വന്നപ്പോ സഹാബാക്കൾ ചോദിച്ചതാ, ഇന്ന് നല്ല തെളിച്ചണ്ടല്ലോ റസൂലെ അങ്ങയുടെ മുഖത്തിന്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില സമയത്ത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ തെളിച്ചുണ്ട്. പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ആ തെളിച്ചയില്ലേ, അങ്ങനെ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരന്ന് ഐശ്വര്യത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ, ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖല്ലാഹ്. ഐശ്വര്യം, സമ്പത്ത്, അതിനൊന്നും കുഴപ്പമില്ല. അള്ളാനെ സൂക്ഷിക്കുന്ന ആളുടെ കയ്യിലാണ് ആ സമ്പത്തുള്ളതെങ്കിൽ കുഴപ്പമില്ല. വസ്സിഹത്തു ലിമൻ ഇത്തഖല്ലാഹ ഖൈറും മിനൽ ഗിനാ. തഖ്വയുള്ള മനുഷ്യന് ആരോഗ്യം എന്നത് സമ്പത്തിനേക്കാൾ നല്ലതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, വതീബുൻ നഫ്സ്, മനസ്സമാധാനം മിനൻ നിഅം, അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ പെട്ടതാണ്. നമുക്ക് മനസ്സമാധാനമുള്ള ഒരു ദിവസം, ഒരാഴ്ച, ഒരു വർഷം, അല്ലെങ്കിൽ കുറച്ച് കാലം മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ അള്ളാന്റെ നിഅമത്താണത്. ആ നിഅമത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഇന്ന അവ്വലമാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായിട്ട് ചോദിക്കുക, യഅനി ലബ്ദ മിനൽ നഈം, അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചോദിക്കുക, അലം നുസിഹ്ഹ ലക ജിസ്മക, നിനക്ക് നല്ല ആരോഗ്യം തന്നില്ലേ, എന്നിട്ട് എന്താ ചെയ്തത്? വനുർവിയക മിനൽ ബാഇൽ ബാരിദി, നല്ല വെള്ളം തന്നില്ലേ നിനക്ക്? കിണർ വെച്ചിട്ട് ഇഷ്ടം പോലെ വെള്ളല്ലേ, മോട്ടർ വെച്ചടിക്കാന് എൻ്റെ കിണറ്റിൽ നല്ല വെള്ളമാണ് എന്നൊക്കെ നമ്മൾ പറയാറുമില്ലേ? അള്ളാഹ് ചോദിക്കുന്ന, ഈ വെള്ളം തന്നിട്ട് നീ എന്താ ചെയ്തത്? അങ്ങനെ മഴ ഇങ്ങനെ വർഷിക്കുന്നില്ലേ, അതൊക്കെ അങ്ങ് ഒഴുകിപ്പോവുക എങ്ങോട്ടെങ്കിലും. നീ എന്താ ഈ വെള്ളം ചെയ്തത് എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുമ്പോ എത്രയെത്ര ആലോചിക്കാനും വിശദീകരിക്കാനും ആലോചിക്കാനുമുള്ള വിഷയങ്ങളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.